ഹലോ, വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പഠിച്ചത്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്ക്രീഷന്റെ കാര്യം പഠിച്ചു. എങ്ങനെയാണ് എക്സ്ക്രീഷൻ വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. യൂറിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പഠിച്ചു, അല്ലെ? കൗണ്ടർ കറന്റ് മെക്കാനിസം ഓർമ്മയില്ലേ? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെ? അപ്പം അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫിനോമിനൻ നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം. നമ്മൾ ഒരുപാട് ചൂടിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞു, അല്ലെ? അപ്പം അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു ചൂട് നമ്മൾ കുറയ്ക്കാൻ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് ആയിരിക്കും സ്വീകരിക്കുക? ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫാൻ ഉപയോഗിക്കും, അല്ലെ? നമ്മൾ ഫാൻ ഉപയോഗിച്ച് നമ്മൾ ആ ഫാനിന്റെ ചോട്ടിൽ ഇങ്ങനെ കുറേ നേരം പോയി നിൽക്കും, അല്ലേ? പിന്നെ അതേസമയം തണുപ്പാണെങ്കിൽ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ, ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ നോക്കിയാൽ നല്ല തണുപ്പിന്റെ സമയമൊക്കെ വരും, അല്ലെ? അതായത് ഫോർ എക്സാമ്പിൾ കാനഡ അങ്ങനെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഈ ഡിസംബർ സമയങ്ങളിലൊക്കെ ഭയങ്കര മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സമയമുണ്ട്, അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ അവർ എങ്ങനെയായിരിക്കും വീട്ടിനുള്ളിൽ ഒരു ഇത് കൊണ്ട് ഐ മീൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക? അവർ ഒരു ഹീറ്റർ ഉപയോഗിച്ച്, അല്ലെ? പിന്നെ നമ്മൾ അതേസമയം നമുക്കൊരു പനി വരികയാണെന്ന് വിചാരിക്കാം. നമ്മളൊരു പനി വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയും, അല്ലെ? ഇത് ചൂടുവെള്ളത്തിലേ കുളിക്കാവൂ, അല്ലെ? ചൂടുവെള്ളത്തിലേ കുളിക്കാവൂ. ഒരുപാട് തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാൻ പാടില്ല. ഒരു പനി ഒന്ന് കുറയുന്ന വരെ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ പറയും, അല്ലെ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു എക്സസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് നമ്മൾ ഹീറ്റർ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി നമ്മൾ കുളിക്കുന്നത്, അല്ലെ? അതേസമയം അന്തരീക്ഷത്തിലുള്ള ചൂട് ഭയങ്കര ആ ഒരു ചൂട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വീടുകളിൽ നമ്മൾ ഫാൻ ഉപയോഗിക്കും, അല്ലെ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഫാൻ ഒന്നും അല്ല, ഫാനും മറികടന്ന് നമ്മൾ AC ഒക്കെ മേടിച്ചു വെക്കും, അല്ലെ? ഇപ്പൊ ഒരു റൂമിലൊക്കെ AC ഒക്കെ ഫിറ്റ് ചെയ്യും, അല്ലെ? അപ്പം നമ്മൾക്ക് ടെമ്പറേച്ചർ സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും, അല്ലെ? ഇതെങ്ങനെയാ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു വേർഡായിട്ട് ബന്ധം വരുന്നത് എങ്ങനെയാ? ഹോമിയോസ്റ്റാസിസ് നമ്മൾ പഠിച്ചതാ. ഹോമിയോസ്റ്റാസിസ് എന്താന്ന്, അല്ലെ? ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോമിയോസ്റ്റാസിസ് എന്താന്ന്. ഓർമ്മയുണ്ടോ? നമുക്കൊന്നും കൂടെ ഒന്ന് പറയാം, അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും കാര്യങ്ങൾ എന്താണെന്ന്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റേണൽ ബോഡി എൻവയൺമെന്റും അതനുസരിച്ച് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ എൻവയൺമെന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ സപ്പോസ് വെളിയിൽ ഭയങ്കര ചൂടാന്നിരിക്കട്ടെ, നമ്മുടെ ബോഡി അതനുസരിച്ച് ചൂടാവുമോ? ഇല്ലല്ലോ, അല്ലെ? നമ്മുടെ ബോഡി അതനുസരിച്ച് ചൂടാവുമോ? അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബോഡി ആ ഒരു ചൂടിനെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി അവിടെ എന്താ ചെയ്യുന്നേ? എന്തായിരിക്കും ചെയ്യുന്നേ? നമ്മൾ വിയർക്കും, അല്ലെ? നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ വിയർക്കും, നമ്മൾ സ്വെറ്റിംഗ് നമുക്ക് വരും, അല്ലേ? അതെന്താണ്? നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേഷന്റെ ഒരു മെത്തേഡാണ് സ്വെറ്റിംഗ്. ഓക്കെ, അപ്പൊ ഹോമിയോസ്റ്റാസിസ് നമ്മൾക്ക് ഭയങ്കര ടെമ്പറേച്ചർ, എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ സ്കിന്നിലിരിക്കുന്ന സ്വെറ്റ് ഗ്ലാൻസിന്റെ അടുത്ത് പോയി പറയും. എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹൈപ്പോതലാമസിലെ നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻസിന്റെ അടുത്ത് പോയി പറയും, ഈ കുട്ടിക്ക് ഭയങ്കര ചൂടാ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചെയ്യണം. അപ്പൊ സ്വെറ്റ് ഗ്ലാൻസ് എന്താ ചെയ്യാ? അവിടെ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, സ്വെറ്റ് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ആ ഒരു ചൂട് നമ്മൾ കൂൾ ഡൗൺ ചെയ്യിക്കുന്നത്, അല്ലെ? അപ്പം നമ്മൾ വീടുകളിലെ കേസ് പറഞ്ഞു, നമ്മുടെ ബോഡിയിലെ കേസ് നമ്മൾ പറഞ്ഞു. സോ എന്താണ് അപ്പൊ ഇത് ഹോമിയോസ്റ്റാസിസുമായിട്ട് എങ്ങനെ ബന്ധം വരിക? യെസ്, നമ്മൾ ഹ്യൂമൻ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ സ്വെറ്റിംഗ് നമ്മളിപ്പോ പറഞ്ഞു, സ്വെറ്റിംഗ് ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ മെത്തേഡ് ആണ്. അതേപോലെ സ്വെറ്റിംഗ് എപ്പോഴാണ് നമുക്ക് വരിക? നമ്മൾ ഒരുപാട് ചൂട് കൂടിയിരിക്കുന്ന സമയത്ത്, അല്ലെ? അതേസമയം ഷിവറിങ് എപ്പോഴാ വരിക?
ഒരുപാട് തണുത്തിരിക്കുമ്പോൾ നമ്മൾ തണുത്ത് ഇങ്ങനെ ഇരിക്കും അല്ലെ. നമുക്ക് പറ്റാത്തൊരു, നമ്മളിപ്പോ ഒരു മൂന്നാറിൽ പോവാ, നല്ല തണുപ്പുള്ള സമയത്ത് അത് ഓർക്കണം. ഇപ്പൊ മൂന്നാറിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂട്, അവിടെയും അത്യാവശ്യം ചൂടൊക്കെ ആയിരിക്കും അല്ലെ. നമ്മൾ തണുത്ത ആ ഒരു നമ്മുടെ വിന്റർ സീസണിലൊക്കെ നമ്മൾ മൂന്നാർ പോവാ, അല്ലെ തേക്കടി പോവാ, അവിടെയൊക്കെ നമ്മൾ പോകുമ്പം നമുക്ക് ഇവിടെയുള്ള നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ചൂടിനേക്കാളും പെട്ടെന്ന് ആ ഒരു ടെമ്പറേച്ചർ ഷിഫ്റ്റ് നടക്കുമ്പം നമ്മൾ പെട്ടെന്ന് വിറയ്ക്കും അല്ലെ. അപ്പൊ നമ്മൾ സ്വെറ്റർ എടുത്ത് പുതയ്ക്കും. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ കാണിക്കുന്ന കുറച്ച് മെക്കാനിസംസ് ആണ് സ്വെറ്റിംഗ്, ഷിവറിങ്, അങ്ങനെയുള്ളതൊക്കെ അല്ലെ. സോ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? എന്തിന്റെ ഭാഗമാ? യെസ്, ഹോമിയോസ്റ്റാസിസ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന്? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമിയോസ്റ്റാസിസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ എക്സ്ക്രീഷന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലെ. എക്സ്ക്രീഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതുവഴി യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെ. അപ്പം ഈ എക്സ്ക്രീഷനും യൂറിൻ ഫോർമേഷനും എല്ലാം നടക്കുന്നത് ഏത് ഓർഗൻ സിസ്റ്റം വഴിയാ? നമ്മുടെ ബോഡിയിലെ ഏത് ഓർഗൻ സിസ്റ്റം വഴിയാ? കിഡ്നി അല്ലെ. കിഡ്നി വഴിയല്ലേ നമ്മുടെ എക്സ്ക്രീഷൻ നടക്കുന്നേ അല്ലെ. യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് കിഡ്നി വഴിയല്ലേ. സോ ഈ കിഡ്നിക്കും നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആരെങ്കിലും വിചാരിച്ച കാര്യമാണോ? ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഹോമിയോസ്റ്റാസിസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ടെമ്പറേച്ചർ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി കിഡ്നി മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ്. നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിനെ ബാലൻസ് ചെയ്യുന്ന ആരാ? കിഡ്നി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, യൂറിൻ ഫോർമേഷന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ബ്ലഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഹീറ്റ് ത്രൂ ഔട്ട് ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റിനെ ത്രൂ ഔട്ട് ഫുൾ ബോഡിയിൽ ആ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? ബ്ലഡ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി കോമ്പോണന്റ് ഹോമിയോസ്റ്റാസിസിന് പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഇവാപറേഷൻ ഓഫ് വാട്ടർ ഹെൽപ്സ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. വാട്ടർ ഇവാപറേറ്റ് ചെയ്യുക, അതായത് സ്വെറ്റിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വെറ്റിംഗ് വഴി ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പാൻക്രിയാസ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഇപ്പം നമ്മൾ പ്രായമായവർ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ച് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാണാം അല്ലെ. അത് എന്തുകൊണ്ട് അവർക്ക് ഈ ഡയബറ്റിക് ആവുന്നവര്, എന്തുകൊണ്ട് അവര്, നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് അവർ ഈ ഡയബറ്റിക് ആവുന്നത്? അവരുടെ ബോഡിയിലുള്ള ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടുക. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ ഇല്ലയോ? നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ ഇല്ലയോ? ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ ഇല്ലയോ? നമ്മുടെ ബോഡിയിൽ ഷുഗർ ഉണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയിൽ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡിയിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില അവസരങ്ങളിൽ, ചില സമയങ്ങളിൽ ഈ പാൻക്രിയാസിന് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരും. കുറച്ച് പ്രായമൊക്കെ ആയവരിൽ അങ്ങനെ വരാം. പക്ഷെ ജനറ്റിക്കലി കുഞ്ഞു പിള്ളേർക്ക് വരെ വരാം അല്ലെ. അങ്ങനെ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. സോ ഈ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ എന്താ സംഭവിക്കുക? ഷുഗറിന്റെ ലെവല് കൂടും, ഭയങ്കര കുത്തനെങ്ങ് കയറും. ഓക്കെ, ഇൻസുലിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ ഗ്ലൂക്കോസ് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. ഈ ഗ്ലൂക്കോസിനെ അങ്ങനെ തന്നെ നമ്മുടെ ബോഡിക്ക് ഇരുത്താൻ പറ്റത്തില്ല. സോ ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ ഹോർമോൺ ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലാക്കി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഷുഗർ ഫോമിൽ നിന്ന് ഗ്ലൈക്കജൻ ആയി അവർ മാറി. അപ്പൊ ഈ ഗ്ലൈക്കജൻ ഫോമിലായിരിക്കും നമ്മുടെ ബോഡിയിൽ എന്ത് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ഇൻസുലിന്റെ അഭാവത്തിൽ, ഈ ഇൻസുലിൻ ഇപ്പൊ ഇല്ലാന്നിരിക്കട്ടെ, അപ്പൊ ഗ്ലൂക്കോസ് ഗ്ലൈക്കജൻ ആയി കൺവേർട്ട് ആവുമോ? ഇല്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ ലെവല് കുത്തനെ കയറും. അപ്പൊ അങ്ങനെയാണ് ഒരാൾ ഡയബറ്റിക് ആണ്. ഷുഗർ കൂടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഡയബറ്റിക് ആണ് അങ്ങനെയാ. സോ ഇപ്പൊ പാൻക്രിയാസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബ്ലഡിന്റെ ഷുഗർ, ബ്ലഡ് ഷുഗർ അങ്ങനെ റെഗുലേറ്റ് ആയി പൊക്കോണ്ടിരിക്കും. സോ പാൻക്രിയാസ് റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ. മനസ്സിലായോ? ഇനി സ്കെൽറ്റൽ മസിൽ കോൺട്രാക്ട്സ് ആൻഡ് റിലീസസ് ഹീറ്റ്. നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റിനെ അങ്ങനെ റിലീസ് ചെയ്യുന്നതും
കോൺട്രാക്ട് സ്കെൽട്ടൽ മസിൽ, നമ്മുടെ ബോഡിയിലുള്ള ആ സ്കെൽട്ടൽ മസിൽ ഉണ്ടാവും അല്ലെ, സ്ട്രയേറ്റഡ് മസിൽസ് ഉണ്ടാവും. സോ ഈ സ്കെൽട്ടൽ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്ത് ആ ഹീറ്റിനെ റിലീസ് ചെയ്യുന്നത് നമ്മുടെ സ്കെൽട്ടൽ മസിൽ ആണ്. സോ ഇത് മാത്രമല്ല, ഒരുപാടധികം ഇതിനേക്കാൾ അധികം ഹോമിയോസ്റ്റാസിസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെത്തേഡ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? സോ അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ പറയാമല്ലോ, ഹോമിയോസ്റ്റാസിസ് ഇനി എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാൻ പോവാ? എന്തായിരിക്കും പറയാ? യെസ്, ഇറ്റ് ഈസ് ആൻ എബിലിറ്റി. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഇന്റേണൽ സ്റ്റെബിലിറ്റി. അവിടെ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്റേണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഇന്റേണൽ സ്റ്റെബിലിറ്റി ഇൻ ആൻ ഓർഗാനിസം ഇൻ റെസ്പോൺസ് ടു എൻവയൺമെന്റൽ ചേഞ്ചസ്. എൻവയൺമെന്റ് എങ്ങനെ വേണമെങ്കിലും മാറിക്കോട്ടെ, അവിടെ എൻവയൺമെന്റിൽ എന്ത് ചേഞ്ച് വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷേ എങ്ങനെ ഇരുന്നാലും അനങ്ങാപ്പാറയായിട്ട് നമ്മുടെ ബോഡി ആവട്ടെ. എങ്ങനെ ഈ ഭൂമി കുലുങ്ങിയാലും വേണ്ടില്ല, നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഇന്റേണൽ സ്റ്റെബിലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയുന്നത്. നമ്മളിങ്ങനെ ദേഷ്യം ഉള്ളവരൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ പറയുമല്ലോ, നമ്മളിങ്ങനെ എന്താ ട്രോളുക എന്നൊക്കെ പറയത്തില്ല, നമ്മളിങ്ങനെ പറയത്തില്ലേ, അവൻ എന്നാ ചെയ്താലും അനങ്ങാപ്പാറയായിട്ട് അങ്ങനെ ഇരുന്നോളും എന്ന് പറയത്തില്ലേ? അതേപോലെയാ, പുറത്ത് എന്ത് ചേഞ്ച് വേണേലും നടന്നോട്ടെ, എൻവയൺമെന്റിൽ എന്തൊക്കെ ചേഞ്ചസ് നടന്നോട്ടെ, നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇന്റേണൽ ടെമ്പറേച്ചർ ആവട്ടെ, ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാവട്ടെ, മൊത്തത്തിൽ ആ ഒരു ഇന്റേണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻഡ് ആണ്. സോ അപ്പൊ ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കിഡ്നി വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് കിഡ്നി നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്താണ്? നമ്മൾ ഇവിടേക്ക് നോക്കുക. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഓക്സിജൻ ലെവൽസ് ഒക്കെ നോർമൽ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽസ് ഒക്കെ, അപ്പൊ ഹോമിയോസ്റ്റാസിസ് ആയിട്ട് പോകുന്ന ഒരു ബോഡിയിൽ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽസ് ഒക്കെ നോർമൽ ആയിട്ട് പോകും അല്ലെ. ഇനി സപ്പോസ് ആ ഹോമിയോസ്റ്റാസിസിനൊരു ഇംബാലൻസ് വന്നു, അപ്പൊ ഇംബാലൻസ് വന്നാൽ എന്താ സംഭവിക്കുക? നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ ലെവൽ അവിടെ ഉണ്ടാവുമോ? ഇല്ല. ഹോമിയോസ്റ്റാസിസിന് ഇംബാലൻസ് വന്നാൽ ആ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ ലെവല് എന്ത് ചെയ്യും? അവിടെ എന്ത് സംഭവിക്കും? ഓക്സിജൻ ലെവല് കുറയും അല്ലെ. റെഡ്യൂസസ് ഓക്സിജൻ ലെവൽസ് ഇൻ ബ്ലഡ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവല് അവിടെ കുറയുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരാൾ വരും. അപ്പോഴാണ് നമ്മുടെ മെയിൻ വില്ലൻ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലെ മെയിൻ നായകൻ അവിടെ ആക്ട് ചെയ്യുന്നത്. ആരാ? കിഡ്നി. യെസ്. അപ്പൊ കിഡ്നി അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല്, കിഡ്നി റിലീസസ് എറിത്രോപോയറ്റിൻ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട കേട്ടോ, ഇപ്പം അഡീഷണൽ ആയിട്ട് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. സോ കിഡ്നി റിലീസസ് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്, നമ്മുടെ ബോഡിയിൽ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത്. സോ എറിത്രോപോയറ്റിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റെഡ് ബോൺ മാരോ ഇല്ലേ, റെഡ് ബോൺ മാരോയിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് റെഡ് ബോൺ മാരോയിൽ പോയിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ റെഡ് ബോൺ മാരോ എന്താ ചെയ്യാം? റെഡ് ബ്ലഡ് സെൽസിനെ കൂട്ടും. റെഡ് ബ്ലഡ് സെൽസിന്റെ നമ്പറിനെ കൂട്ടുക ചെയ്യുക. അപ്പം എൻഹാൻസ്ഡ് എരിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, RBCയുടെ ഫോർമേഷനാണ് നമ്മുടെ എരിത്രോപോയസിസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ റെഡ് ബ്ലഡ് സെൽസിന്റെ എമൗണ്ട് അവിടെ കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ റെഡ് ബ്ലഡ് സെൽസ് അവിടെ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? റെഡ് ബ്ലഡ് സെൽസ് അവിടെ വല്ലാണ്ട് അങ്ങ് കൂടി, നല്ലോണം ആവശ്യത്തിന് നമ്പറായി. അപ്പം ഓക്സിജൻ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഇറ്റ് ഇൻക്രീസസ് ഓക്സിജൻ ക്യാരിയിങ് എബിലിറ്റി ഓഫ് ബ്ലഡ്. അങ്ങനെ എന്ത് സംഭവിച്ചു? നമ്മൾ പിന്നെ നോർമലായി, ഹോമിയോസ്റ്റാറ്റിക് കണ്ടീഷനായി വന്നു. മനസ്സിലായില്ലേ? ഓക്കെ. സോ ഇത് ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഓക്സിജൻ ലെവല് നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുവാണ്,
നമ്മുടെ ഹോമിയോസ്റ്റാസിസിന് എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുവാണെങ്കിൽ അവിടെ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവല് കുറയുവോ കൂടുവോ? കുറയും. അപ്പോൾ അത് ആര് സെൻസ് ചെയ്യും? കിഡ്നി സെൻസ് ചെയ്യും. അപ്പൊ കിഡ്നി എന്താ ചെയ്യാ? എരിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. എരിത്രോപോയിറ്റിൻ പോയിട്ട് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? റെഡ് ബോൺ മാരോനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. റെഡ് ബോൺ മാരോ എന്നാ ചെയ്യും? RBCയുടെ കൗണ്ടിനെ കൂട്ടും. എരിത്രോപോയിസിസ് വഴി RBCയുടെ കൗണ്ടിനെ കൂട്ടും. അപ്പൊ RBCയുടെ കൗണ്ട് കൂടിയാ എന്നാ സംഭവിക്കുക? ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൂടും. അങ്ങനെ ഹോമിയോസ്റ്റാസിസ്, യെസ്, ഹോമിയോസ്റ്റാസിസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു നമ്മുടെ ബോഡിയിൽ. മനസ്സിലായില്ലേ? സോ ഇത്രയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ആ ഒരു എബിലിറ്റി, ആ ഒരു അവസ്ഥനെ നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്ന ഒരു ഇമേജ് ആണ് അല്ലെ. ഇവിടെ എന്താണ് കാണിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞ പോലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാടധികം ലൈഫ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഫിനോമിനൽസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാമോ? എന്തൊക്കെയായിരിക്കും? റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലെ. റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, സർക്കുലേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള ഒരുപാടധികം ലൈഫ് പ്രോസസ്സസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. സോ അപ്പൊ ഈ ലൈഫ് പ്രോസസ്സസിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുക? ഒരുപാടധികം വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ ഫോം ആവും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആവും, വാട്ടർ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ ഫോം ചെയ്യും അല്ലെ. വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ ഫോം ചെയ്യും. അപ്പൊ ഈ ഹോമിയോസ്റ്റാസിസ് അവിടെ മെയിൻറ്റെയിൻ ആവുമോ? ഇല്ല, അതിന് ഡിസ്റപ്ഷൻ സംഭവിച്ചു. ഹോമിയോസ്റ്റാസിസിന് ഡിസ്റപ്ഷൻ സംഭവിച്ചു. അപ്പോ ഇതിനെ ആര് സെൻസ് ചെയ്യും? അവിടെ നമ്മുടെ ആക്ടർ എത്തി, നമ്മുടെ മെയിൻ നായകനെത്തി. കിഡ്നി സെൻസ് ചെയ്യും. സോ കിഡ്നി എന്തൊക്കെയാ ചെയ്യാം? എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ എക്സ്പെൽ ചെയ്ത് കളയും, പുറത്തോട്ട് കളയും. ഇനി വാട്ടറിനെ ബാലൻസ് ചെയ്യും, വാട്ടർ ബാലൻസ് ചെയ്തു മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി pH നെ റെഗുലേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ pH എത്രയായിരിക്കും? ഒരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിരിക്കും അല്ലെ. സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. സോ അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു pH നെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് കിഡ്നിയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ബാക്ക് ടു നോർമൽ ഹോമിയോസ്റ്റാസിസ് അവിടെ മെയിൻറ്റെയിൻഡ് ആയി അല്ലെ. ഇപ്പൊ മനസ്സിലായത് എന്താണ് ഹോമിയോസ്റ്റാസിസ്, എങ്ങനെയാണ് കിഡ്നി അവിടെ റോള് പ്ലേ ചെയ്യാന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായി? ഹാപ്പി അല്ലേ? ഇനി നമുക്കറിയാം നമ്മൾക്ക് കിഡ്നി ഒരുപാടധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, യൂറിൻ ഫോർമേഷൻ നടക്കുന്നുണ്ട് അല്ലെ. കുറെ കാര്യങ്ങൾ, എക്സ്ക്രീഷൻ നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ കിഡ്നി നമുക്കായിട്ട്, നമ്മുടെ ബോഡിക്കായിട്ട് ചെയ്യുന്നുണ്ട്. കിഡ്നി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അവർക്കും വീഴ്ചകൾ ഉണ്ടാവത്തില്ലേ അല്ലെ. കിഡ്നിക്കും പ്രശ്നങ്ങൾ വരാം അല്ലെ. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മാറി അല്ലെ. നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മാറി. നമ്മുടെ പണ്ടത്തെ പോലെ നമ്മുടെ കാരണവന്മാര് ജീവിക്കുന്ന പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? കാരണവന്മാർ കഴിച്ചിരുന്ന ഭക്ഷണം തന്നെയാണോ നമ്മൾ കഴിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാ മക്കളെ ഉള്ളത്? ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഉണ്ട് അല്ലെ. ഒരുപാടധികം അജിനോമോട്ടോ കലങ്ങിയ സാധനങ്ങൾ, അങ്ങനെ ഒരുപാടധികം യൂസ്ലെസ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ. സോ ഇതൊക്കെ എന്താണ്? ഓരോ കളർ കണ്ടിട്ടും അതിന്റെ ടേസ്റ്റ് കണ്ടിട്ടും ഒക്കെയാണ് നമ്മൾ ഒരുപാടധികം മേടിച്ച് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഡ്രഗ്സിന്റെ യൂസ്, ഇതെല്ലാം നമ്മുടെ കിഡ്നീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എപ്പോഴും കിഡ്നിക്ക് ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അതിനും പ്രശ്നങ്ങൾ വരത്തില്ലേ അല്ലെ. അപ്പം കിഡ്നി ഫേസ് ചെയ്യുന്ന ഡിസീസസ്, കുറച്ചൊരു 3 ഡിസീസസ് നമുക്കിപ്പോ പഠിക്കാം. സോ അതിന് മുന്നേ എന്തൊക്കെ കാരണങ്ങളായിരിക്കും നമ്മുടെ കിഡ്നിക്ക് ഡിസീസ് വരാൻ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ്, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ബോഡിയിലെ ഭയങ്കര ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുക, ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് നല്ലോണം നടക്കുവോ, ആ ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ നമ്മൾ നടക്കുവോ, ഓടുവോ, എന്തെങ്കിലും ചെയ്യുക. ഒരു ചെറിയൊരു എക്സസൈസ് മതി ഡെയിലി, പക്ഷെ ചെയ്യുക. അതൊക്കെ ഒരുപാട് ചെറിയ തോതിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ബോഡിക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. ഓക്കെ, അപ്പം ബാഡ് ആയിട്ടുള്ള ഈ ഹെൽത്ത് ഹാബിറ്റ്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ,
ടീച്ചർ പറഞ്ഞു ഓൾറെഡി, ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി, ഇതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും. ഡ്രഗ്സ്, അതേപോലെ തന്നെ നമ്മുടേതല്ലാത്ത ഇൻഫെക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ഒരു കാരണമാണ്. എന്തെങ്കിലും പതോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യാം അല്ലെ. സോ ആ പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ് വഴി നമ്മുടെ കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ഇതൊക്കെയാണ് ഒരു മൂന്ന് മെയിൻ കാര്യങ്ങൾ, നമ്മുടെ കിഡ്നി ഡിസീസ്ഡ് ആവാനുള്ള മെയിൻ 3 കാര്യങ്ങൾ. ബാഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ആവാം, ലൈഫ് സ്റ്റൈൽ ആവാം, പിന്നെ ഇൻഫെക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ആവാം. സോ അതിൽ ആദ്യത്തെ കിഡ്നി ഡിസീസ് എന്താ നമുക്ക് നോക്കാം. ഒന്ന് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ്. സോ നെഫ്രൈറ്റിസ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കിഡ്നിയുടെ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന എന്താണ്, അവിടെ വീക്കം സംഭവിച്ചു, ഈ ഇൻഫ്ലമേഷൻ സംഭവിച്ചു. ആർക്ക്? ഇതെന്താണിത്? ഗ്ലോമറുലസ് അല്ലെ. എന്താ ഗ്ലോമറുലസ്? നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് ഗ്ലോമറുലസ് അല്ലെ. സോ നമ്മുടെ കിഡ്നിയിലെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നുള്ള ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മക്കൾ പഠിച്ചതാ അല്ലെ. സോ ഗ്ലോമറുലസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് അവിടെ ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇൻഫ്ലമേഷൻ സംഭവിച്ചപ്പോഴാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നി ഡിസീസ് അവിടെ വന്നത്. അതെങ്ങനെയായിരിക്കും ഇൻഫ്ലമേഷൻ സംഭവിച്ചത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. ഇൻഫെക്ഷൻ ആവാം, എന്തെങ്കിലും പാത്തജനിക് ഇൻഫെക്ഷൻ ആവാം, ഇൻടോക്സിക്കേഷൻ ആകാം, അതായത് ടോക്സിൻസിന്റെ അക്യുമുലേഷൻ ആവാം. സോ ഈ കാരണങ്ങളൊക്കെ വഴി നമ്മുടെ കിഡ്നിയിൽ ഒരു വീക്കം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുക. സോ അതിനെയാണ് നമ്മൾ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് നെഫ്രൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ്, ഇതാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കിഡ്നി സ്റ്റോൺ ആണ്. വേറൊരു കിഡ്നി ഡിസീസ് ആണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുക? നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മണ്ണിൽ വാരി കളിച്ചും വായിക്കകത്ത് സ്റ്റോൺ, ഈ കല്ല് പെറുക്കി കഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്. ആണോ? അല്ലല്ലോ, അല്ല. മെയിൻ ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന്. വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിക്കൽ ഉണ്ടാവുമെന്ന് പറയും അല്ലേ. കേട്ടിട്ടില്ലേ? മൂത്രത്തിക്കൽ ഉണ്ടാവുന്ന പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം എങ്ങനെ ഈ മൂത്രത്തിക്കൽ ഉണ്ടാവുന്നേ, കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നേ? നമ്മൾ ഒരുപാടധികം വെള്ളം, നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ യൂറിൻ ഭയങ്കര അസിഡിക് ആവും. യൂറിൻ അസിഡിക് ആയിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ യൂറിൻ ഫോർമേഷന്റെ സമയത്ത് യൂറിനിൽ ഉണ്ടാവുന്ന കുറച്ചധികം സോൾട്സ് ഉണ്ട്. കാൽഷ്യം, ഫോസ്ഫേറ്റ്, സോഡിയം, ഓക്സലേറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് സോൾട്സ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ വെള്ളം കുടിക്കാതെ കുറെ നാളത്തേക്ക് അല്ലെങ്കിൽ നല്ല വെള്ളം കൂടി ഇല്ലെന്ന് വിചാരിക്കാം, നമ്മുടെ യൂറിൻ ഭയങ്കര അസിഡിക് ആവും. അപ്പൊ ഈ പറയുന്ന സബ്സ്റ്റൻസസ്, ഈ പറയുന്ന കോമ്പണൻസ് എല്ലാം ഇങ്ങനെ ക്ലംപ്സ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ക്ലംപ്സ് ആയിട്ട് ഫോം ചെയ്യും. സോ അങ്ങനെ ക്ലംപ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത്, കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോൺ ഒരു ക്രിസ്റ്റൽ ഫോം ആണിത്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ഫോം ആണ്. സോ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കിഡ്നി സ്റ്റോൺ ആണ്, ക്രിസ്റ്റൽ ഫോം ആണ് കാൽഷ്യം ഓക്സലേറ്റ്. ഒരു 80% നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ കാണുന്ന കിഡ്നി സ്റ്റോൺ ആണ് കാൽഷ്യം ഓക്സലേറ്റിൻ്റെത്. അത് കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ വരെ, പക്ഷെ അതൊക്കെ കുറച്ച് മൈനർ കേസസ് ആണ്. സോ കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു 80% കേസസിലും കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനൊന്ന് ഫോം ചെയ്യരുതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രം മതിയോ? വെള്ളം കുറേ കുടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതിയോ? കാര്യവും സാധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോണം കേട്ടോ. ഒരിക്കലും നമ്മൾ യൂറിൻ പിടിച്ചു വെക്കരുത്. എപ്പോഴും നമ്മൾ തോന്നുമ്പോ പോവാ, അല്ലാതെ പിടിച്ചു വെച്ച് ഇരുന്നാലും അത് ഭയങ്കര നമ്മുടെ ബോഡിക്ക് ഭയങ്കര ചീത്തയാണ്. ഓക്കെ, സോ കിഡ്നി സ്റ്റോൺ ആണ് അടുത്ത ഒരു ഡിസീസ്. അത് എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. സോ ഡെപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം സോൾട്സ് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. മനസ്സിലായില്ല? അടുത്ത ഒരു കിഡ്നി ഡിസീസ് ആണ് യുറീമിയ. എങ്ങനെ യുറീമിയ ഫോം ചെയ്യുന്നത്?
ഇവിടെ നിങ്ങൾക്ക് കാണാം കുറെ അധികം യൂറിമിക് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ, നമ്മളിപ്പം ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ടിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻഡ് ആയിട്ടുള്ള പാക്ഡ് ഫുഡ്സ് ഒക്കെ നമ്മൾ മേടിക്കും. സോ ഇതൊക്കെ ഒരുപാട് കഴിക്കുമ്പം നമ്മുടെ ബോഡിയിൽ അമിനോ ആസിഡ്സ്, ഈ ടൈറസിൻ, ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഈ പറയുന്ന അമിനോ ആസിഡ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന കുറച്ച് ടോക്സിൻസ് ഉണ്ട്. നമ്മുടെ ഗട്ടിലുള്ള മൈക്രോബ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡിക്കകത്ത് കുറച്ച് മൈക്രോബ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു മൈക്രോബയോട്ട് ഫാമിലി എന്താ ചെയ്യുക? ടൈറസിൻ, ട്രിപ്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡിൽ നിന്ന് കുറച്ച് യൂറിമിക് ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. പീക്രിസൈൽ സൾഫേറ്റ്, ഇൻഡോക്സിൽ സൾഫേറ്റ്. സോ ഇതൊക്കെ യൂറിമിക് ടോക്സിൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ചീത്തയാണ് അല്ലെ. സോ നമ്മൾ അനീമിക് ആവാൻ വരെ ചാൻസ് ഉള്ളതാണ്. സോ ദിസ് ഇസ് യുറീമിയ. ഓക്കെ, നോ നമ്മൾ ടെക്സ്റ്റിൽ കണ്ട കാര്യം തന്നെയാണിത്. നമ്മൾ ഈ പറയുന്ന 3 ഡിസീസസ് എങ്ങനെയാണ് അതിന്റെ റീസണും അതിന്റെ സിംറ്റംസും ആണ് പറയുന്നത്. നെഫ്രൈറ്റിസ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. നൗ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ ഒക്കെ ഭയങ്കര ഡാർക്ക് കളർ ആവും അല്ലെ, ഭയങ്കര ഡാർക്ക് കളർ, എന്താ പറയാ, ഭയങ്കര ഇന്റൻസ് കളർ ആവും. അപ്പൊ അത് എന്തുകൊണ്ട് ഇന്റൻസ് കളർ ആവുന്നത്? ഭയങ്കര യൂറിൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിപ്പോയി, ഓക്കെ, അസിഡിക് ആയി പോയി. അതേസമയം ബാക്ക് പെയിൻ, ഫീവർ, ഇഡീമ ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ. സോ ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. നൗ കിഡ്നി സ്റ്റോൺ, it is a deposition of crystals of calcium salts in kidney or urinary tract. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ അബ്ഡോമനിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. പിന്നെ യൂറിൻ അങ്ങനെ പെട്ടെന്ന് നമുക്കത് പാസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരു വേദന പോലെ ഉണ്ടാവും. പിന്നെ നോസിയ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവും. സോ അങ്ങനെയുള്ള കുറച്ചധികം സിംറ്റംസ് ഉണ്ട്. യുറീമിയ അടുത്ത വേറൊരു കിഡ്നി ഡിസീസ് ആണ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിഡ്നി ഡിസീസസ് ഇതിന് കാരണമാണ്. നെഫ്രൈറ്റിസ് കാരണമാകാം, ഡയബറ്റിസ് കാരണമാകാം, പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഇതിന് കാരണമാകാം. സോ ഇതൊക്കെ യൂറിമിയയുടെ ഒരു റീസൺ ആണ്, യൂറിമിയ വരാനുള്ള കാരണമാണ്. അതേസമയം അതിന്റെ സിംറ്റംസ്, അനീമിയ അതിന്റെ ഒരു സിംറ്റം ആണ്. ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഡിസിനസ്, സഫോക്കേഷൻ, ഭയങ്കര സഫോക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഒരുമാതിരി ശ്വാസം മുട്ടലൊക്കെ പോലെ ഫീൽ ചെയ്യും. ഇനി ഡയറിയ, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജുവലി, പെട്ടെന്ന് യൂറിൻ ഒന്നും നമ്മുടെ ബോഡിയിൽ പോവാൻ പറ്റാത്തൊരവസ്ഥ വരെ വരാം ഇതിന്. ഓക്കെ, യൂറീമിയ ഉള്ള ഒരാൾക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പോകുന്നത് വരെ നിൽക്കാനുള്ള ഒരു അവസ്ഥ വരെ വരും. സോ ദീസ് ആർ ദി 3 കിഡ്നി ഡിസീസസ് ദാറ്റ് ആർ മെൻഷൻഡ്. ഓക്കെ, ഇതെന്താ ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത്? എന്തായിരിക്കും നിങ്ങൾ ഈ കാണുന്നത് ഈ പടത്തില്? ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു, കയ്യിൽ എന്തോ 2 ട്യൂബ് കൊടുത്തിരിക്കുന്നു. വേറൊരു മെഷീനിലോട്ടാണ് ഈ ട്യൂബ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ. എന്തായിരിക്കും? നിങ്ങൾ ചിലരെങ്കിലും ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവാം, ഹോസ്പിറ്റൽസിലൊക്കെ പോയി ചിലരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവാം. ഇത് ഡയാലിസിസ് ആണ്, ഹീമോ ഡയാലിസിസ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പ്രായമായവർക്കോ ഒക്കെ ഈ ഡയാലിസിസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അതെന്താണ്? അവരുടെ കിഡ്നി, ഐദർ ഒരു കിഡ്നി, എന്തെങ്കിലും ഒരു കിഡ്നിക്കോ എന്തെങ്കിലും നോൺ ഫങ്ഷണൽ ആയി പോകുവാണെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ആ പ്യൂരിഫൈഡ് അല്ലാത്ത ബ്ലഡ്, അതായത് വേസ്റ്റ് ബ്ലഡിനെ അവരുടെ ബോഡിയിൽ നിന്ന് മാറ്റി പ്യുവർ ബ്ലഡ് കയറ്റണ്ടേ. സോ അങ്ങനെ ആ ഒരു പ്രോസസ്സ്, അവരുടെ കിഡ്നി നോൺ ഫങ്ഷണൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കാതെ പറ്റത്തില്ല. സോ അപ്പൊ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അവിടെ വെച്ചു കൊടുക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ട് അവിടെ ഒരു കിഡ്നിയുടെ എൻവയൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സംഭവം പോസിബിൾ ആകുവേ. സോ അങ്ങനെയാണ്, അതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. Hemodialysis is a process of purifying blood by passing it through artificial kidneys when the kidneys become non-functional. നമ്മുടെ കിഡ്നി നോൺ ഫങ്ഷണൽ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയിലോട്ട് നമ്മുടെ ബ്ലഡിനെ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അതിനെ പാസ് ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഹീമോഡയാലിസിസ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഹീമോഡയാലിസിസ് യൂണിറ്റ്. ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ നിന്ന്
ഒരു റോളർ പമ്പ് ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ബ്ലഡിനെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഒരു പമ്പ് ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിനെ എടുക്കുന്നു. അതൊരു ഡയാലിസർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഡയാലിസറിൽ ഡയാലൈസിങ് ഫ്ലൂയിഡ് ഉണ്ടാവും. സോ ഈ ഡയാലിസിങ് ഫ്ലൂയിഡിൽ കൂടെ ഈ ബ്ലഡിനെ പാസ് ചെയ്യും. അപ്പം ഡയാലിസിങ് ഫ്ലൂയിഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡയാലിസിസ് ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റ്, നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തൂടെ പാസ് ചെയ്യും. അതേസമയം ഇതിൽ നിന്ന് വേസ്റ്റ് മാറി അത് പ്യൂരിഫൈഡ് ആയാലോ, അപ്പൊ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചു കയറ്റി വിടുക ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഡയാലിസിസ് ഫ്ലൂയിഡ് പാസ് കൊടുക്കാനായിട്ട് അവിടെ ഒരു കണ്ടെയ്നറിൽ ഡയാലിസിസ് ഫ്ലൂയിഡും വെച്ചിട്ടുണ്ട്. ഡയാലിസിസ് ഫ്ലൂയിഡ് ഇങ്ങോട്ടേക്ക് തീരുന്ന അനുസരിച്ച് പാസ് ചെയ്ത് കൊടുക്കും. അതേസമയം നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിനെ പാസ് ചെയ്യും, വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റും. അതേസമയം ക്ലിയർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചു കൊടുക്കും. സോ ഇതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി വഴി നമ്മളെ ബോഡിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് പറയാം. ഇതാണ് 3 സ്റ്റെപ്സ്. ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇസ് പാസ്ഡ് ഇൻടു ഡയാലിസിസ് യൂണിറ്റ്. ഹെപ്പാരിൻ ഇസ് ആഡഡ് ടു പ്രിവെന്റ് ക്ലോട്ടിംഗ്. നമ്മളത് പറഞ്ഞില്ല അല്ലെ, എന്താ ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത്? ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത്. എന്താ ഈ ആന്റി കൊയാഗുലന്റ് എന്ന് വെച്ചാൽ? കൊയാഗുലന്റ് എന്താ? ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് കൊയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി കൊയാഗുലന്റ് എന്തായിരിക്കും? ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളാണ് ആന്റി കൊയാഗുലന്റ്. ഓക്കെ, അപ്പൊ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. സോ നമ്മുടെ ബ്ലഡ് അവിടെ ക്ലോട്ട് ആയി പോയ പ്രശ്നമല്ലേ? ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ചെയ്തോണ്ടിരിക്കണ്ടേ ഡയാലിസിസ് യൂണിറ്റിലൂടെ? സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ക്ലോട്ടിംഗ് ഒഴിവാക്കണം. സോ അങ്ങനെ ക്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ഓക്കെ, ഹെപ്പാരിൻ is added to prevent clotting of blood. When blood flows to the dialysis unit, the waste contained in blood diffuse to dialysis fluid. Blood waste dialysis fluid diffuse ചെയ്ത് പോകും. Purified blood is allowed to pass through veins തിരിച്ച് purified ആയിട്ടുള്ള ബ്ലഡ് അവർ കയറ്റിവിടും. So this is the process of hemodialysis. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെറിയ കിഡ്നി എന്തെങ്കിലും നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രോസസ്സിനൊക്കെ നമുക്ക് ഹീമോഡയാലിസിസ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ബോഡിയിൽ കിഡ്നി വർക്കിങ്ങേ അല്ല. നമ്മുടെ ബോഡിയിൽ കിഡ്നി എന്ന് പറഞ്ഞാൽ കിഡ്നി ഉള്ളത് കൊണ്ട് ഒരു കാര്യമില്ലെന്ന് വിചാരിക്കാം. ഒരു 10% പോലും കിഡ്നി വർക്കിംഗ് അല്ല. അപ്പൊ അവിടെ ആ കിഡ്നി വെച്ചോണ്ട് എന്ത് കാര്യമുണ്ടോ? കിഡ്നി വെക്കാം, പക്ഷെ നമ്മൾ വേറൊരു കിഡ്നി, അതായത് നമുക്ക് ഒരു ഡോണർ ആളിൽ നിന്ന് ഒരു കിഡ്നി നമ്മൾ എടുത്തിട്ട് നമ്മുടെ ബോഡിയിലോട്ട് റീപ്ലേസ് ചെയ്യുവല്ല, ബോഡിയിലോട്ട് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. Kidney is taken from a donor and it is transplanted or it is transferred to the recipient. അതിനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഡോണർ ആയിട്ടുള്ള കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ കിഡ്നീസ് ഇവിടെയാണ് ഇരിക്കുക. അപ്പൊ നമ്മൾ വേറൊരാളിൽ നിന്നല്ലേ എടുത്തത്. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. റീപ്ലേസ് ചെയ്യാതെ ഈ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന ആ ഒരു കിഡ്നിയുടെ താഴെയായിട്ട് ആണ് ഡോണർ കിഡ്നിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. ഇതാണ് ഡോണർ കിഡ്നി. ഓക്കെ, ഡോണർ കിഡ്നിനെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള കിഡ്നിയുടെ താഴെയായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. അതേസമയം ഡോണർ കിഡ്നിയിൽ നിന്ന് വരുന്ന യുറേറ്റർ ഉണ്ടല്ലോ അല്ലെ, യുറേറ്റർ എന്ന് പറയുന്നത് യൂറിൻ പാസ് ചെയ്യുന്നത് ആ ഒരു ട്യൂബിനാണ് നമ്മൾ യുറേറ്റർ എന്ന് പറയുന്നത്. സോ ഡോണർ കിഡ്നിയുടെ യുറേറ്റർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറിലോട്ട് ഫിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ നിന്ന് വരുന്ന ആ ഒരു യൂറിനെ കളക്ട് ചെയ്തിട്ട് ഇവിടെ ബ്ലാഡറിലോട്ട് വരും, എന്നിട്ട് പുറത്തോട്ട് പോകും. മനസ്സിലായോ? സോ ദിസ് ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. മനസ്സിലായോ? A single healthy kidney is enough to purify blood. ഒരു ഒറ്റ ഹെൽത്തി കിഡ്നി മതി നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ. ബട്ട് when both the kidneys of an individual gets damaged completely, രണ്ട് കിഡ്നിയും കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്യുന്നിരിക്കട്ടെ, a fully functional kidney should be received
from a donor to save life. Okay, during transplantation, damaged kidneys are not removed. ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് ഡാമേജ്ഡ് കിഡ്നീസ് അവിടെ റിമൂവ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് a new kidney is connected between the non-functional kidney within the recipient's renal artery and renal vein. യുറേറ്റർ ഓഫ് ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി നമ്മൾ പറഞ്ഞു അല്ലെ, കിഡ്നിയുടെ യുറേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ യുറേറ്റർ ഇസ് അറ്റാച്ച്ഡ് ടു ദ യൂറിനറി ബ്ലാഡർ അല്ലെ, യൂറിനറി ബ്ലാഡർ ഓഫ് ദി റെസിപ്പിയന്റ്. കിഡ്നി ഓഫ് എ ഹെൽത്തി പേഴ്സൺ ഹു ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ് ഓർ ഓഫ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ, അതായത് വില്ലിംഗ് ആയിട്ടുള്ള ഒരാള്, ജീവിച്ചിരിക്കുന്ന വില്ലിംഗ് ആയിട്ടുള്ള ആളെയോ ആളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരാളുടെ അടുത്തുനിന്നോ ഈ കിഡ്നി നമുക്ക് എടുക്കാൻ അവരെ ഡോണർ ആക്കി നമ്മൾ കിഡ്നി അവരുടെ ബോഡിയിൽ നിന്ന് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുടെ ബോഡിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ആ രണ്ടാൾക്കാരുടെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആവണം. എന്തിനാ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആവുന്നത്? അല്ലെങ്കിൽ അവരുടെ ബോഡിയിലോട്ട് ആ കിഡ്നി വെച്ചു കൊടുത്താൽ അവരുടെ ബോഡി അതിനെ റിജക്ട് ചെയ്യും, കുറച്ചും കൂടെ വേഴ്സ് കേസ് ആയി പോകും. സോ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, സോ ഏറ്റവും ആദ്യമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്ത ആളാണ് ഡോക്ടർ ജോസഫ് ഇമുറെ. ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വലുതാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ എപ്പോഴും അത് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ കിഡ്നി ഒക്കെ എപ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് ഹോമിയോസ്റ്റാസിസ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. എൻവയൺമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് കാരണങ്ങൾ കൊണ്ടും എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഓരോ ഓർഗാനിസത്തിന്റെ ഇന്റേണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കിഡ്നി ഡിസീസസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, നെഫ്രൈറ്റിസ്, കിഡ്നി സ്റ്റോൺ, യുറീമിയ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഹീമോഡയാലിസിസ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ ബ്ലഡ് ടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് മാറ്റാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് കിഡ്നി നോൺ ഫങ്ഷണൽ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് മാറ്റാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി കൊടുക്കുന്ന ആ ഒരു പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ബ്ലഡ് ബൈ പാസിംഗ് ഇറ്റ് ത്രൂ ആർട്ടിഫിഷ്യൽ കിഡ്നി വെൻ ദ കിഡ്നീസ് ബിക്കം നോൺ ഫങ്ഷണൽ, ആ ഒരു പ്രോസസ്സിനാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ അഥവാ ഇപ്പോ രണ്ട് കിഡ്നീസ് വർക്കിംഗ് അല്ല, ഒരു കാര്യവും ഇല്ല, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ ഒരു ഡോണറിനെ സംഘടിപ്പിച്ച് ഡോണറിന്റെ അടുത്ത് നിന്ന് കിഡ്നി എടുത്ത് ആവശ്യമായിട്ടുള്ള ഒരാളുടെ അടുത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത്. ഇപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പ്ലാന്റ്സിലുള്ള എക്സ്ക്രീഷൻ, വേറെ കുറച്ച് ഓർഗാനിസത്തിലുള്ള എക്സ്ക്രീഷൻ, സോ ഇങ്ങനെയുള്ള കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ ഡീൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.